നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ കാറ്റഗറി മരുന്നുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് സൂക്ഷിക്കുന്നത് എവിടെയാണ്? കോമൺ ആയിട്ട് അല്ല, ഇത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ സ്റ്റാഫും പുറത്തുനിന്ന് ഒരാൾ കയറി വന്നാലും ഒക്കെ മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള നാർക്കോട്ടിക് ഡ്രഗ്സ്, കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ്, സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്, റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ്, ഇത് സെപ്പറേറ്റ് ആയിരിക്കണം. കഴിയുന്നത്ര മറ്റ് മരുന്നുകളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെട്ട് സെക്യൂറായിട്ട് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ AERBയുടെ അറ്റോമിക് റെഗുലേറ്ററി ബോർഡിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. എങ്ങനെയാണ് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് വെക്കേണ്ടത്, സ്റ്റോർ ചെയ്യുന്നത്, ലേബൽ ചെയ്ത് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് ഗൈഡ് ലൈൻസ് ഉണ്ട്. അതനുസരിച്ചായിരിക്കണം വെക്കേണ്ടത്. അതുപോലെ തന്നെ ഈ കീമോതെറാപ്യൂട്ടിക് ഏജൻസ് അതിന് ഓതറൈസ് ചെയ്ത ആളാണ് അത് ആക്സസ് ചെയ്യേണ്ടത്. എല്ലാവർക്കും എടുക്കാവുന്ന രീതിയിലുള്ള റാക്കുകളിൽ വെക്കരുത്, ലോക്ക്ഡ് ആയിരിക്കണം. അത് സ്ട്രൈറ്റ് ഫോർവേഡ്, ഇതിനകത്ത് കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. MOM 9C കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്, കീമോതെറാപ്യൂട്ടിക് ഏജൻറ്റ് ആൻഡ് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ്. ഈ കാറ്റഗറിയിലുള്ള ഡ്രഗ്സ് എല്ലാം തന്നെ ഷാൾ ബി സ്റ്റോർഡ് സെക്യൂർലി, വളരെ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള മാനദണ്ഡം നമ്മുടെ ഹോസ്പിറ്റലിൽ സ്റ്റോറേജിൽ ഉണ്ടാവണം. എവിടെയാണോ അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് അത് ഏറ്റവും സേഫ് ആയിട്ടാണ് സൂക്ഷിക്കേണ്ടത്. ഹാൻഡിൽ ചെയ്യുന്നത് അതിൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺസ് ആയിരിക്കണം. അത് സൂക്ഷിക്കേണ്ടത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കണം. അത് AERBയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചാണെങ്കിൽ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് സൂക്ഷിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് MOM 9C.